ഈശോ സ്നേഹിക്കുന്നവരെ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലനായത് ആരിൽ നിന്നോ ആരു മുഖേനയോ അല്ല, മനുഷ്യരിൽ നിന്നോ മനുഷ്യർ മുഖേനയോ അല്ല, ദൈവത്തിൽ നിന്നോ ദൈവമുഖേനയോ അല്ല, ക്രിസ്തുവിൽ നിന്നോ ക്രിസ്തു മുഖേനയോ അല്ല, മാലാഖയിൽ നിന്നോ മാലാഖ മുഖേനയോ അല്ല. ചോദ്യങ്ങൾ ചുരുക്കരൂപത്തിലാണ്. കൃത്യമായി ആ ഒരു ഭാഗം മനസ്സിലാക്കി എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തുക. ഉത്തരം മനുഷ്യരിൽ നിന്നോ മനുഷ്യർ മുഖേനയോ അല്ല. വിശുദ്ധ പൗലോസിനെ അപ്പസ്തോലനാക്കിയത് ആര്? യേശുവും പിതാവും, കേപ്പ, സഭ, ദൂതൻ. യേശുവും പിതാവും. വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് ആശംസിക്കുന്നത് കൃപയും സമാധാനവും, സന്തോഷം, വിജയം, ധനം. കൃപയും സമാധാനവും. എന്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു തന്നെ തന്നെ ബലിയർപ്പിച്ചത്? തിന്മ നിറഞ്ഞ യുഗത്തിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന്, റോമാക്കാരിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്. തിന്മ നിറഞ്ഞ യുഗത്തിൽ നിന്ന്. ഗലാത്യക്കാർ തങ്ങളെ വിളിച്ചവനെ ഉപേക്ഷിച്ചതിൽ പൗലോസിന് എന്തു തോന്നുന്നു? ആശ്ചര്യം, സങ്കടം, കോപം, സന്തോഷം. ആശ്ചര്യം. ഗലാത്യക്കാർ എന്തിലേക്കാണ് തിരിയുന്നത്? വ്യത്യസ്ത സുവിശേഷത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, വിജാതീയതയിലേക്ക്, പാപത്തിലേക്ക്. വ്യത്യസ്ത സുവിശേഷത്തിലേക്ക്. വാസ്തവത്തിൽ എന്തില്ല? മറ്റൊരു സുവിശേഷമില്ല, മറ്റൊരു സഭയില്ല, ദൈവമില്ല, നിയമമില്ല. ഉത്തരം മറ്റൊരു സുവിശേഷമില്ല. ചിലർ എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സുവിശേഷത്തെ ദുഷിപ്പിക്കാൻ, സഭയെ നശിപ്പിക്കാൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, നിയമം അനുസരിപ്പിക്കാൻ. സുവിശേഷത്തെ ദുഷിപ്പിക്കാൻ. വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ എന്താകട്ടെ? ശപിക്കപ്പെട്ടവനാകട്ടെ, പുറത്താക്കപ്പെടട്ടെ, പഠിപ്പിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, ശപിക്കപ്പെട്ടവനാകട്ടെ. വിശുദ്ധ പൗലോസ് മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? അല്ല, ദൈവത്തിൻ്റെ. അതെ, സുഹൃത്തുക്കളുടെ, ഭരണാധികാരികളുടെ? അല്ല, ദൈവത്തിൻ്റെ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ആരുടെ ദാസനാവുകയില്ലായിരുന്നു? ക്രിസ്തുവിൻ്റെ, സഭയുടെ, ദൈവത്തിൻ്റെ, ലോകത്തിൻ്റെ. ക്രിസ്തുവിൻ്റെ. വിശുദ്ധ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയുള്ളതല്ല? മാനുഷികമല്ല, ആത്മീയമല്ല, വ്യാജമല്ല, സത്യമല്ല. മാനുഷികമല്ല. ആരും അതെന്നെ ഡാഷ് പഠിപ്പിച്ചതുമില്ല, പറഞ്ഞതുമില്ല, കാണിച്ചതുമില്ല, എഴുതിയതുമില്ല, പഠിപ്പിച്ചതുമില്ല. സുവിശേഷം ലഭിച്ചത് എന്തിലൂടെയാണ്? യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ, ദൈവാത്മാവിലൂടെ, ദൂതനിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. യഹൂദ മതത്തിലായിരുന്നപ്പോൾ സഭയോട് എന്തു ചെയ്തു? പീഡിപ്പിച്ചു, സഹായിച്ചു, സ്നേഹിച്ചു, വളർത്തി, പീഡിപ്പിച്ചു. വിശുദ്ധ പൗലോസ് ലിഹ യഹൂദമത കാര്യങ്ങളിൽ ആരെക്കാൾ മുൻപന്തിയിലായിരുന്നു? സമപ്രായരായ അനേകരേക്കാൾ, അപ്പസ്തോലന്മാരെക്കാൾ, പുരോഹിതരെക്കാൾ, എല്ലാവരെക്കാളും. സമപ്രായരായ അനേകരേക്കാൾ. എന്തിലാണ് തീക്ഷ്ണമതിയുമായിരുന്നത്? പാരമ്പര്യങ്ങളിൽ, നിയമങ്ങളിൽ, സുവിശേഷത്തിൽ, പ്രാർത്ഥനയിൽ. പാരമ്പര്യങ്ങളിൽ. വിശുദ്ധ പൗലോസ് ലിഹായെ ദൈവം തെരഞ്ഞെടുത്തത് എപ്പോഴാണ്? മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, ദമാസ്കസിൽ വച്ച്, റോമിൽ വച്ച്, യുവത്വത്തിൽ. മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ദൈവം വിളിച്ചത് എന്തിനാലാണ്? തൻ്റെ കൃപയാൽ, നന്മയാൽ, തീക്ഷ്ണതയാൽ, വിശ്വാസത്താൽ. തൻ്റെ കൃപയാൽ. ആരുടെ ഇടയിൽ പ്രസംഗിക്കാനാണ് ദൈവപുത്രനെ വെളിപ്പെടുത്തി തന്നത്? വിജാതീയരുടെ ഇടയിൽ, യഹൂദരുടെ ഇടയിൽ, റോമാക്കാരുടെ ഇടയിൽ, ഗ്രീക്കുകാരുടെ ഇടയിൽ. വിജാതീയരുടെ ഇടയിൽ. വിശുദ്ധ പൗലോസ് ആരുടെ ഉപദേശം തേടാൻ നിന്നില്ല? ഒരു മനുഷ്യൻ്റെയും. കേപ്പായുടെ, സഭയുടെ, യാക്കോബിൻ്റെ. ഒരു മനുഷ്യൻ്റെയും. അപ്പസ്തോലന്മാരായവരെ കാണാൻ എവിടേക്ക് പോയില്ല? ജെറുസലേമിലേക്ക്, റോമിലേക്ക്, സിറിയയിലേക്ക്, ദമാസ്കസിലേക്ക്, ജെറുസലേമിലേക്ക്. ആദ്യം എവിടേക്കാണ് പോയത്? വെളിപാട് ലഭിച്ചതിന് ശേഷം ആദ്യം പോയത് അറേബ്യയിലേക്ക്, കിലിക്കിയയിലേക്ക്, ദമാസ്കസിലേക്ക്, സിറിയയിലേക്ക്. അറേബ്യയിലേക്ക്. അറേബ്യയിൽ പോയതിനു ശേഷം എവിടേക്ക് തിരിച്ചു വന്നു? ദമാസ്കസിലേക്ക്, എഫേസോസിലേക്ക്, ഗലാത്യയിലേക്ക്, ജെറുസലേമിലേക്ക്, ദമാസ്കസിലേക്ക്. എത്ര വർഷത്തിനു ശേഷമാണ് കേപ്പായെ കാണാൻ പോയത്? 3, 14, 10, 15. 3. കേപ്പായോടൊത്ത് എത്ര ദിവസം താമസിച്ചു? 15, 30, 5, 10, 15. യാക്കോബിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്ന് പറയുന്നതിന് സാക്ഷി ആര്? ദൈവം, പരിശുദ്ധാത്മാവ്, സഭ, ദൂതന്മാർ. ദൈവം. ജെറുസലേമിൽ നിന്ന് പിന്നീട് പോയ പ്രദേശങ്ങൾ: സിറിയ, കിലിക്യ, എഫേസോസ്, മക്കദോനിയ, അക്കായിയ. സിറിയ, കിലിക്യ. ഇപ്പോഴും പൗലോസിനെ നേരിട്ട് അറിഞ്ഞിരുന്നില്ലാത്തത് ആർക്കാണ്?
അറിയാതിരുന്നത് ആരാണ്? യൂദയായിലുള്ള സഭകൾക്ക്, ഗലാത്യക്കാർക്ക്, റോമാക്കാർക്ക്, ദമാസ്കസുകാർക്ക്, യൂദയായിലുള്ള സഭകൾക്ക്. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ ഇപ്പോൾ എന്ത് പ്രസംഗിക്കുന്നെന്നാണ് അവർ കേട്ടത്? വിശ്വാസം, നിയമം, പാരമ്പര്യം, തത്വചിന്ത. വിശ്വാസം. ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിരുന്നത് എന്തിനെയാണ്? വിശ്വാസത്തെ, നിയമത്തെ, ആചാരങ്ങളെ, സഭയെ. വിശ്വാസത്തെ. എന്നെ പ്രതി, അതായത് വിശുദ്ധ പൗലോസിനെ പ്രതി അവർ ആരെയാണ് മഹത്വപ്പെടുത്തിയത്? ദൈവത്തെ, പൗലോസിനെ, കേപ്പായെ, അപ്പസ്തോലന്മാരെ. ദൈവത്തെ. ഈ അധ്യായത്തിൽ പൗലോസ് പ്രധാനമായും ഊന്നി പറയുന്നത് എന്താണ്? അപ്പസ്തോലിക അധികാരവും സുവിശേഷവും, നിയമങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ. അപ്പസ്തോലിക അധികാരവും സുവിശേഷവും. എല്ലാം ശരിയാണ്. നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപോകാം. അപ്പസ്തോലനായത് മനുഷ്യരിൽ നിന്നല്ല. പൗലോസിനെ അപ്പസ്തോലനാക്കിയത് യേശുവും പിതാവും. ഗലാത്യക്കാർക്ക് ആശംസിക്കുന്നത് കൃപയും സമാധാനവും. തിന്മ നിറഞ്ഞ യുഗത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു തന്നെ ബലിയർപ്പിച്ചത്. ഗലാത്യക്കാർ വിളിച്ചവനെ ഉപേക്ഷിച്ചതിൽ പൗലോസിന് തോന്നുന്നത് ആശ്ചര്യമാണ്. വ്യത്യസ്ത സുവിശേഷത്തിലേക്ക് തിരിയുന്നതിനെക്കുറിച്ചാണ് ഗലാത്യക്കാരെക്കുറിച്ച് പറയുന്നത്. മറ്റൊരു സുവിശേഷം വാസ്തവത്തിലില്ല. സുവിശേഷത്തെ ദുഷിപ്പിക്കാൻ ചില ആഗ്രഹിക്കുന്നു. വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? അല്ല, ദൈവത്തിൻ്റെ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല, ആരും പഠിപ്പിച്ചതുമല്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് സുവിശേഷം ലഭിച്ചത്. യഹൂദമതത്തിലായിരുന്നപ്പോൾ സഭയെ പീഡിപ്പിച്ചു. യഹൂദമത കാര്യങ്ങളിൽ സമപ്രായരായ അനേകരേക്കാൾ മുൻപന്തിയിലായിരുന്നു. പാരമ്പര്യങ്ങളിൽ തീക്ഷ്ണമതിയായിരുന്നു. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ ദൈവം വിളിച്ചു. വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ ദൈവപുത്രനെ വെളിപ്പെടുത്തി തന്നു. ഒരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. അപ്പസ്തോലന്മാരായവരെ കാണാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല. ആദ്യം അറേബ്യയിലേക്കാണ് വെളിപാട് ലഭിച്ചതിന് ശേഷം പോയത്. പിന്നീട് ദമാസ്കസിലേക്ക് തിരിച്ചു വന്നു. 3 വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ജെറുസലേമിലേക്ക് പോയി. 15 ദിവസം കേപ്പായോടത്ത് താമസിച്ചു. അപ്പസ്തോലന്മാരിൽ യാക്കോബിനില്ലാതെ മറ്റാരെയും കണ്ടില്ല എന്നതിന് ദൈവം സാക്ഷി. ജെറുസലേമിൽ നിന്ന് സിറിയയിലേക്കും കിലിക്കിയയിലേക്കും പോയി. അപ്പോഴും വിശുദ്ധ പൗലോസിനെ യൂദയായുള്ള സഭകൾ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ പീഡിപ്പിച്ചിരുന്നവൻ വിശ്വാസം പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ടിരുന്നു. ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിരുന്നത് വിശ്വാസത്തെയാണ്. സ്ലീഹായെ പ്രതി അവർ ദൈവത്തെ, യൂദയായുള്ള സഭകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ അധ്യായത്തിൽ ഊന്നി പറയുന്നത് അപ്പസ്തോലിക അധികാരവും സുവിശേഷവും വിശുദ്ധ പൗലോസിൻ്റെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.